ഗ്രാമ്പി വീണ്ടും കടുവാ ഭീതിയിൽ. വളർത്തു പശുവിനെ പിടികൂടിയ കടുവയെ തേയിലത്തോട്ടം തൊഴിലാളികൾ നേരിട്ട് കണ്ട് ഭയന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ മതിയഴകന്റെ വളർത്തു പശുവിനെ കടുവ പിടിച്ചത്. ഗുരുതര പരിക്കുകളോടെ ഗ്രാമ്പിയിലെ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു പശു. കഴുത്തിനും പുറത്തുമായി കടുവ മാന്തിയ പാടുകളും കണ്ടെത്തി. ഇതിൽ കഴുത്തിലെ പാടുകൾ കൂടുതൽ ആഴത്തിലുള്ളതായിരുന്നു. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ തൊഴിലാളികൾ ജോലിക്ക് പോയിരുന്ന സമയത്ത് ഗ്രാമ്പി എസ്റ്റേറ്റിൽ 3-ാം നമ്പർ ഭാഗത്ത് കടുവയെ കണ്ടതായാണ് തൊഴിലാളികൾ പറയുന്നത്. அங்கேருந்து அந்த ரோட்டுக்கு மேலே இருந்து நாங்கள் பார்க்கும்போது இந்த 3ஆம் நம்பரில் அந்த மொட்டையில் கடுவா இறங்கி போனது நாங்கள் எல்லோரும் நின்று பார்த்தோம். நாங்கள் அங்கேருந்து சட்டை போட்டோமோ அந்த கடுவா கிளமாற இறங்கி போச்சு. ஆனால் எங்கிட்டு போச்சுன்னு தெரில. ஆனால் நாங்கள் 12 மாதம் ஆச்சு எங்களுக்கு சம்பளம் கொடுத்து. எங்கள் காட்டில் நாங்கள் கீழே இறங்கி வேலை செய்ய முடியல. காடை பார்த்தா பயங்கர வனமாக கிடக்கு. எங்களுக்கு கஞ்சி குடிக்க வழி இல்லைன்னு சொல்லி தான் நாங்கள் அந்த காட்டுக்குள்ளே இறங்கி நாங்கள் எங்கள் பேருக்கு வேணும்னு சொல்லி நாங்கள் அதில் கொழுந்து எடுத்துக்கிட்டு இருக்கோம். இப்படி கடுவான்னு சொல்லும்போது நாங்கள் இந்த எஸ்டேட்டில் எப்படி வேலை செஞ்சு நாங்கள் முன்னேறி போகிறது. அதான் இப்போ நாங்கள் அதான் காட்டுக்குள்ளே இறங்க மாட்டேன்றது அங்கே நாங்கள் நிற்கும். எங்களுக்கு ஏதாவது முடிவு கிடைச்சாதான் நாங்கள் இன்னைக்கு காட்டுக்குள்ளே இறங்கி வேலை செய்வோம். ஃபாரஸ்ட்காரங்க வந்துட்டு அவங்க இல்லைன்ட்டு அவங்க போயிட்டாங்க. நாங்கள் ஆனால் காட்டுக்குள்ளே இறங்க மாட்டோம். நாங்கள் இங்கே இப்போ எங்களுக்கு ஏதாவது முடிவு வேணும் இன்னைக்கு. அதான் இந்த தலைவர் மாதிரிலாம் கூப்பிட்டு வச்சிருக்கோம். இந்த கடுவாயை பிடிச்சாதான் நாங்கள் காட்டுக்குள்ளே இறங்கி இன்னைக்கு வேலை செய்வோம். ഈ സമയത്തും റഡാർ പരിശോധനയുമായി വനം വകുപ്പ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് തൊഴിലാളികൾ ജോലി നിർത്തി തിരികെ പോകേണ്ട സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇതേസമയം റേഡിയോ കോളർ ഘടിപ്പിച്ച കടുവ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ കടുവ ഇവിടെ വന്നിട്ടേ ഇപ്പോൾ അർണക്കലും ഗ്രാമ്പി കൊക്കസൈഡുമായിട്ട് ഇപ്പോൾ 2 മാസമായി കടുവ ഇവിടെ വന്നിട്ട്. 1.5 മാസമായിട്ട് അർണക്കലാണ് കടുവ തമ്പടിച്ചത്. അവിടെ ഒരു പശുവിനെ പിടിച്ചു, ഒരു പട്ടിയെ പിടിച്ചു. അത് പലപ്പോഴും നമ്മൾ മേൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടും അവർ ഇപ്പോൾ വന്നിട്ട് റോഡാക്കൾ പിടിപ്പിച്ച കടുവയാണ്. അത് മൂന്നാറിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതാണ്. അത് കൂട്ടിനകത്തൊന്ന് കയറത്തില്ലാന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ട് തന്നെ 2 കൂടി ഇവിടെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിപ്പോൾ ഒരു 3-4 ടൈമായിട്ട് ഇപ്പോൾ ആൾക്കാർ കണ്ട് ഫോറസ്റ്റുകാരനെ വിളിച്ച് പറയുക. ഇന്നും രാവിലെ ഈ തൊഴിലാളി ഇവിടെ ഓപ്പോസിറ്റിൽ കൊണ്ടുവെടുക്കാൻ വരുന്ന സമയത്ത് ആ കടുവയെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ നേതാക്കന്മാരെയും വിളിച്ചു, ഞങ്ങളെ ഫോറസ്റ്റുകാരെയും വിളിച്ചു. ഫോറസ്റ്റുകാർ ഇപ്പോൾ വന്ന് കാണിക്കുന്ന പണിയെന്ന് പറഞ്ഞാൽ അവർ ഈ റോഡാക്കളർ പിടിപ്പിച്ച ഒരു GPS കാണിക്കുന്ന ഒരു ചെറിയൊരു ടോൺ പോലെ സാധനം വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുക കടുവ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പോവുക. ഇപ്പൊ സർവ്വമായിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ട് അതാണ് ഇവരുടെ പണി കാണിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോൾ രാവിലെ ആലോചിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ജനവാസ മേഖലയിൽ ഈ കടുവ ഭീതി പരത്തുന്ന രീതിക്ക് വരുന്ന സ്ഥിതി കാരണം കൊണ്ട് വരുന്ന തിങ്കളാഴ്ച ഇവിടെ ജനങ്ങൾ മൊത്തം പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. കടുവയെ പിടികൂടി കൊണ്ടുപോകണമെന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം? കടുവ പിടികൂടി കൊണ്ടുപോകണം ഞങ്ങൾക്ക് ആവശ്യം. അതിനെതിരെ ഞങ്ങൾ DFO അതുപോലെ റേഞ്ച് ഓഫീസർ കഴിഞ്ഞ അർണക്കൽ വെച്ച് ചർച്ച നടത്തിയപ്പോൾ ഇനി ഇതുപോലത്തെ പശുവിനെ പിടിക്കോ അല്ലെ പട്ടിയെ പിടിക്കോ ഇരുന്നാൽ ഞങ്ങൾ മയക്കമരുന്ന് വെടിവെച്ച് കടുവായി മയക്കമരുന്ന് വെച്ച് വെടി വയ്ക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ഞങ്ങൾ തന്നെ മേടിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് ഉറപ്പ് പറഞ്ഞതാണ്. പക്ഷെ ഇന്നലെയും പശുവിനെ കടുവ പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ TVയും അതുപോലെ എല്ലാ മാധ്യമങ്ങളും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ഇന്ന് രാവിലെ പോകുന്നപ്പോൾ അതേ 4-3-7 ഫോറസ്റ്റുമാരെ ഇവിടെ ഉള്ളൂ. അത് കാരണം ഇപ്പോൾ രാവിലെ ഞങ്ങൾ നാട്ടുകാരെ ഇപ്പോൾ ആലോചിച്ചു, തിങ്കളാഴ്ച അതിശക്തമായിട്ട് പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. തിങ്കളാഴ്ച അതിൽ തീരുമാനമായില്ലെങ്കിൽ DFO ഓഫീസിലിട്ട് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള നടപടിക്ക് എടുക്കണമെന്നാണ് നാട്ടുകാരും ഞങ്ങളുടെ ഒരു ആവശ്യം. കടുവയെ പ്രദേശത്തു നിന്നും പിടിച്ചു മാറ്റാത്ത പക്ഷം വൻ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.